ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ടെഡി ബിയർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാൻ പോവാണ്. ഫോണ്ടൻറ്റിൻ്റെ ബേസിക്കായിട്ട് വേണ്ടത് ഇങ്ങനെ കുറച്ച് കോലുകൾ വേണം. ഇതൊരു ടൂൾസാണ്. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ചെറിയൊരു കത്തി വേണം. ഇത് പിസ്സ കട്ടർ പോലുള്ളൊരു കട്ടറാണ്. ഇതിപ്പോൾ ആവശ്യമൊന്നുമില്ല, സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇത് ആവശ്യമൊന്നുമില്ല. എന്നാലും കുറേ നാൾ കഴിയുമ്പോൾ നമുക്കിതൊക്കെ ആവശ്യം വരും. ഇതിങ്ങനെ ഷേപ്പ് ആക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ബേസിക്കായിട്ട് വേണ്ടത്. ഇപ്പം നമ്മൾ ടൈലോസ് പൗഡർ അല്ലെങ്കിൽ CMC ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ ഫോണ്ടൻറ്റ് ഹാർഡാകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കോൺഫ്ലോർ ടെസ്റ്റ് ചെയ്തിട്ടാണ് നെയിമൊക്കെ കട്ട് ചെയ്യുന്നത്. ടെഡി ബിയർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 130 ഗ്രാം ഫോണ്ടൻ്റ് എടുത്തിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിനാണ് കിട്ടുന്നത്. ഇങ്ങനെ വിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ടൈലോസോ CMCയോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്ത് അതിന് ഒന്ന് ഹാർഡാക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ അതിന് നടുവിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി മടക്കിയാണ് നമ്മൾ എടുക്കേണ്ടത്. വലിച്ചിങ്ങനെ പൊട്ടിച്ചിങ്ങനെ ഈ ഒരു പരുവത്തിൽ എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ അത് ഇങ്ങനെ അതിൻ്റെ സ്ട്രക്ചർ മാറിപ്പോവും. അപ്പം നമുക്കൊന്നും പേരെഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൾപ്ചറോ എന്തെങ്കിലും ഫോണ്ടൻ്റ് ചെയ്യണമെങ്കിലോ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫോണ്ടൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കൈ വൃത്തിയായിരിക്കണം. കയ്യിൽ വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ ഇത് മൊത്തം മെൽറ്റാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. കയ്യിൽ പൊട്ടി പിടിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് വലിച്ച് നീട്ടി നോക്കുമ്പോൾ അതൊന്ന് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ റബ്ബർ പോലെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം ഒരു പരിവായിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമാണ് അത് റെഡിയായി കിട്ടത്തുള്ളൂ. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കൈ കുറച്ച് വേദനയൊക്കെ എടുക്കും. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെഡി ബിയർ ഉണ്ടാക്കാൻ തുടങ്ങാം. ടെഡി ബിയർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിലിട്ട് തന്നെ അതിന് ഷേപ്പാക്കിയാണ് അത് എടുക്കുന്നത്. ഒരു ബോളാക്കണം ആദ്യം. അത് എൻ്റെ ഹെഡാണ്. അത് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ബോഡി എൻ്റെ റെഡിയാക്കാം. അത് കയ്യിലിട്ട് തന്നെ ഒരു ഓവൽ ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം അതും അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഷേപ്പ് ചെയ്യുന്ന സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഫുൾ ഫോണ്ട് കവർ ചെയ്യുമ്പോഴും ഈ യെല്ലോ ടൂൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി നമുക്ക് ഹെഡ് റെഡിയാക്കാം. ഹെഡ് റെഡിയാക്കി അവിടെ വെച്ചതിന് ശേഷം നമുക്ക് ലെഗ് റെഡിയാക്കാം. ലെഗ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ കയ്യിൽ വെച്ച് തന്നെയാണ് നമ്മളത് ഉരുട്ടിയെടുക്കുന്നത്. സൈഡ് ഇങ്ങനെ ചെരിച്ച് വേണം ഇത് കട്ട് ചെയ്യാൻ. അതിന് ശേഷം വേണം ഇങ്ങനെ വെക്കാൻ. ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഗ്ലൂ ഇല്ല എന്നുള്ള കാര്യം ഓർത്തത്. പെട്ടെന്ന് തന്നെ ഞാൻ ടൈലോസ് പൗഡർ തന്നെ ഒരു ടീസ്പൂൺ എടുത്ത് അതിൽ പച്ചവെള്ളം മിക്സ് ചെയ്താണ് എടുത്തത്. അത് കുറച്ച് കട്ടിയായിട്ടാണെന്ന് തോന്നും. കുറച്ച് നേരം കഴിയുമ്പോൾ അത് ലൂസാവും. വൈറ്റ് ആൻഡ് ബ്ലൂ തീമിലാണ് ഞാൻ ഈ ടെഡി ബിയർ ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ചെയ്ത് ലെഗിൻ്റെ അടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ടെഡി ബിയർ ചെയ്തതിന് ശേഷം നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ബോക്സിലിട്ടിട്ട് നമ്മൾ അടച്ച് വെക്കണം തലേ ദിവസം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എടുത്താണ് നമ്മൾ കേക്കിൻ്റെ മുകളിൽ വെക്കുന്നത്. കേക്കിൻ്റെ മുകളിൽ വെക്കുമ്പം താഴെ ഒരു ഫോണ്ടൻ്റ് ജസ്റ്റ് ഒരു ഫോണ്ടൻ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കണം കേക്കിൻ്റെ മുകളിൽ, ക്രീം കേക്ക് ആയതുകൊണ്ട്. പിന്നെ അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ടെഡി ബിയർ വെക്കേണ്ടത്. അത് സ്റ്റിക്കിൽ കുത്തിയിട്ട് വേണം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് നമ്മൾ ഈ ടെഡി ബിയർ കൊണ്ടുപോയി നമ്മൾ ക്രീം കേക്കിൻ്റെ മുകളിലോട്ട് വെക്കരുത്. അത് ചിലപ്പം അങ്ങനെ താന്നു പോകും. അതിൻ്റെ ആ ഭംഗി നഷ്ടപ്പെടും. ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മളൊരു തെർമോക്കോളിൻ്റെ മുകളിലോട്ടാണ് വെക്കേണ്ടത്. നമ്മളിങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തെർമോക്കോൾ യൂസ് ചെയ്യണം. ഈ ടെഡി ബിയറിൻ്റെ നടുക്കുള്ള പോർഷൻ വൈറ്റ് ഒരു കോമ്പിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റൗണ്ടിലൊരു ഫോണ്ടൻറ്റ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അത്ര വലിയ ഷേപ്പൊന്നും ആയില്ല കേട്ടോ. ഞാനത് ആ ഒരു രീതിയിലെടുത്ത് നടുക്ക് അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെവി റെഡിയാക്കാം. ചെവി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് 2 ഫോണ്ടൻ്റ് ഞാൻ റൗണ്ട് ഷേപ്പിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ടൂളും കൊണ്ട് നടുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. രണ്ടും അങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ അരികൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒന്ന് കട്ട് ചെയ്ത് അതവിടെ ഒന്ന് വെച്ച് നോക്കണം ഫിറ്റാണോ എന്ന്. വെച്ച് നോക്കിയതിന് ശേഷമാണ് നമ്മൾ അത് റെഡിയാക്കുന്നത്. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഈ ടെഡി ബിയറൊക്കെ ചെയ്യുമ്പം ശരിയായില്ല എന്ന് വരും. നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്യേണ്ടി വരും കേട്ടോ. എന്നാലും നമ്മൾ കിറ്റ് ചെയ്യരുത്. ആദ്യമായിട്ട് നിങ്ങൾ കേക്കൊക്കെ സെയിൽ ചെയ്ത് തുടങ്ങുന്നവരാണെങ്കിൽ ഫോണ്ടൻ്റ് വർക്ക് ഡെഫിനറ്റ്ലി ചെയ്യണം. നമ്മുടെ കേക്കിൻ്റെ ഡിമാൻഡും കൂട്ടും, റേറ്റും കൂടുതൽ കിട്ടും. അപ്പം നമുക്ക് നോക്കാം. ഇനി ഇത് ഒരു മിഡിൽ പോർഷൻസിൽ വെക്കാനാണ് ഫേസിൻ്റെ. നമുക്ക് ഐസ് റെഡിയാക്കാം. ചെറിയൊരു ടൂളുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഐസിൻ്റെ ഭാഗത്തൊരു ഓലിട്ട് കൊടുക്കാം. അതിനുശേഷം ബ്ലാക്ക് കളറിലുള്ള ഫോണ്ടൻ്റ് ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിലാക്കി നമുക്ക് അത് ഐസിൻ്റെ ഭാഗത്ത് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് റെഡിയാക്കേണ്ടത് മൂക്കിൻ്റെ പോർഷൻസാണ്. അവിടെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഫോണ്ടൻ്റ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് കയ്യിൽ വെച്ച് റൗണ്ട് ആക്കിയതിന് ശേഷം അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
ഇതെല്ലാം റെഡിയായി. ഇനി നമുക്ക് ചെവി വെച്ച് കൊടുക്കാം. ചെവി വെക്കുന്നതാണെങ്കിലും ആ പോർഷൻസിൽ നമുക്കൊരു ചെറിയൊരു ഒന്ന് മാർക്ക് ചെയ്യണം. അതിനുശേഷം ഗ്ലൂ വെച്ചിട്ട് അതവിടെ വെക്കണം. ഇപ്പുറ സൈഡിലും അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു മാർക്ക് ചെയ്തിട്ട് അവിടെ ഗ്ലൂ വെച്ചിട്ട് അടുത്ത ചെവിയും കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ടെഡി ബിയർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഹെഡും ലെഗും എല്ലാം ചെവിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫോണ്ടിൻ്റെ നീട്ടത്തിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നടുവ് കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം ചെരിച്ച് കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ കൈയുടെ ഭാഗത്തോട്ട് വെക്കുന്നത്. ഇങ്ങനെയല്ല കേട്ടോ, ഇത് കത്തി കൊണ്ട് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്യണം. ഈ ഒരു രീതിയിൽ നേരെ കട്ട് ചെയ്തിട്ട് വെച്ചാൽ ഇത് ഒട്ടിയിരിക്കത്തില്ല. ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യണം. എന്നിട്ട് ആ സൈഡിൽ ഒരു ചെറിയൊരു മാർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ അവിടെ വെക്കുന്നത്. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരല്പം ഗ്ലൂ അവിടെ വെക്കാം. ഗ്ലൂ അവിടെ വെച്ചതിന് ശേഷമാണ് നമ്മളത് ഒട്ടിക്കുന്നത്. വൈറ്റ് പോർഷൻസ് ഞാൻ കയ്യിലും കൊടുക്കുന്നുണ്ട്. കയ്യിലും അതുപോലെ തന്നെ പ്രസ് ചെയ്തതിന് ശേഷം ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ കയ്യിലും അത് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് നേരം ഇങ്ങനെ ഫോണ്ടൻ്റ് ഇട്ട് ഉരുട്ടി ഇങ്ങനെ ചെയ്യരുത്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്തു, 2 പ്രാവശ്യം ട്രൈ ചെയ്തു, ശരിയാവുന്നില്ലെങ്കിൽ നമ്മൾ വേറെ ഫോണ്ടൻ്റ് എടുക്കണം. ആ ഫോണ്ടൻ്റിൽ തന്നെ ഉണ്ടാക്കി അത് നോക്കരുത്. 2 പ്രാവശ്യം ഒരു ഫോണ്ടൻ്റ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി ശരിയായില്ലെങ്കിൽ 3ാമത്തെ പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് മൊത്തം പൊട്ടിപ്പോകും. ഇപ്പോൾ ഞാനതവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡ് ഫിറ്റ് ചെയ്യാം. ഹെഡ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കമ്പ് എടുത്തിട്ടുണ്ട്. കമ്പ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ മൊന ഉണ്ടെങ്കിൽ അത് ഒടിച്ച് കളയണം. അല്ലെങ്കിൽ അതിങ്ങനെ കുത്തി ഇങ്ങനെ കയറി ഇങ്ങനെ മുകളിലോട്ട് വരും. 2-3 പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ ചെയ്തപ്പം. ഇങ്ങനെ നമ്മൾ കുറച്ച് ഭാഗം ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കത് ആ ബോഡിയിലോട്ട് കുത്തി ഇറക്കി വെച്ച് കൊടുക്കാം. ഞാൻ സ്മൈലി ഇടാൻ മറന്നുപോയായിരുന്നു. ഇനി നമുക്ക് സ്മൈലി ഒരു ചെറിയ രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ നമുക്ക് വെക്കാവുന്നതാണ്, ഡ്രൈ ആകാൻ. അല്ലെങ്കിൽ നമുക്ക് ഹെഡ് മാറ്റിയിട്ട് വെക്കാം. കേക്കിലോട്ട് വെക്കുമ്പോൾ ഹെഡ് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നെയിം എങ്ങനെ കട്ട് ചെയ്യുന്ന നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ ടെസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫോണ്ടൻറ്റ് വെച്ച് കൊടുക്കാം. ഫോണ്ടൻറ്റ് പരത്തുന്നത് ഞാനിവിടെ ഈ ഒരു ടൂളും കൊണ്ടാണ് പരത്തുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തി പലകയിൽ വെച്ച് പതുക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ടൂളൊന്നും കയ്യിലില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് നെയിം കട്ടർ കൊണ്ട് കട്ട് ചെയ്യാം. ഇത് കുറച്ച് കോസ്റ്റ് കുറഞ്ഞ നെയിം കട്ടറായിട്ട്, ഇത് ആമസോണിലെല്ലാം അവൈലബിൾ ആണ്. ഇനി നമുക്കത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ വേണം വെക്കാനായിട്ട്. നെയിമോ എന്തെങ്കിലും കട്ട് ചെയ്ത് നമ്മൾ തലേദിവസം എടുത്തിട്ട് നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ കേക്കിലോട്ടൊക്കെ വെക്കുന്നത്. ഇൻ കേസ് നമുക്കിപ്പോൾ ടൈമില്ല, അപ്പോൾ പെട്ടെന്ന് ഇപ്പം നെയിം കട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ എടുക്കുക. അതിനുശേഷം ഫ്രീസറിലോട്ട് ഒരു 2-3 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ അത് സെറ്റായി കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.